ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണിപ്പോൾ ഏറുന്നത്. ഇന്ന് എറണാകുളത്ത് ചേർന്ന യോഗത്തിൽ KPCC യോഗത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരാണ് ഉയർന്നു വന്നത്. മറ്റു പേരുകൾ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ പേര് അവർ ഹൈക്കമാൻഡിന് സമർപ്പിക്കും. നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിക്കുക എന്നുള്ളതാണ് അടുത്ത പടി. ഇന്ന് വൈകിട്ടോടെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ നമുക്ക് സ്ഥിരീകരിച്ച് തന്നെ പറയാൻ കഴിയും. ഇതിലേറ്റവും പ്രധാനം PV അൻവറിന്റെ വിയോജിപ്പ്. അത് നിലനിൽക്കെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് UDF പോകുന്നത് എന്നുള്ളതാണ്. എതിർപ്പ് മറികടന്നുകൊണ്ടുള്ള പോക്ക് കാര്യമാക്കേണ്ടതില്ല, ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തെ പിണക്കാതെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതിലേക്കും പാർട്ടി കടക്കും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, ഇന്ന് ഈ യോഗത്തിൽ നടന്ന ചർച്ച അത് ഏത് രീതിയിലായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? PV അൻവറിന്റെ എതിർപ്പ് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നോ ഇന്നത്തെ ചർച്ചയിൽ? അനുജ, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായിരുന്നു കോൺഗ്രസ് നേതൃത്വം ആദ്യം തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിലേക്ക് തന്നെ ഇന്നലെ നേതൃത്വം എത്തിയിരുന്നു. ഇന്ന് രാവിലെ ഹൈക്കമാൻഡിന് കത്ത് കൊടുത്ത് ഉച്ചയോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് PV അൻവർ ഒരു സമ്മർദ്ദതന്ത്രം മുന്നോട്ട് വെച്ചത്. അതിൽ ഒരു പക്ഷേ മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തിയ ശേഷമാണ് UDF നേതാക്കളെ അടക്കം വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിൽ എന്തായാലും ഇപ്പോൾ KPCC നേതൃത്വം കടന്നതെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു, മണിക്കൂറിൽ നീണ്ട ചർച്ചയാണ് നടന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷ കൂടാതെ UDF കൺവീനർ അടക്കം ഉണ്ടായിരുന്നു. ഇതിൽ വിശദമായി തന്നെ ഒരു ചർച്ചയ്ക്ക് ശേഷം എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് പോകാൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. സാമുദായിക പരിഗണന അടക്കം എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ളതിനാണ് ഒരു തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒറ്റ പേരിലേക്ക് എത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ ആ പേര് ഹൈക്കമാൻഡിന് കൈമാറും. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് രാത്രിയോട് തന്നെ ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു ഷൗക്കത്തിന്റെ പേര്. കാരണം ഷൗക്കത്തിന്റെ പേര് തന്നെയായിരുന്നു KPCC നേതൃത്വം നേരത്തെ മുൻതൂക്കം കൽപ്പിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം എന്തായാലും ചർച്ചകൾ വഴിമാറി. PV അൻവർ പല തരത്തിലുള്ള സമ്മർദ്ദതന്ത്രം പയറ്റി. മാത്രമല്ല ഒരു വിഭാഗം അതൃപ്തി മലപ്പുറത്ത് നിലമ്പൂരിൽ നിന്ന് ഉയർന്നു. അതുകൊണ്ട് അതെല്ലാം തന്നെ പരിഗണിച്ച് പരിശോധിച്ചുമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും വൈകാതെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. PV അൻവറിനെ ഈ വിഷയം ധരിപ്പിച്ചു എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ VSJ ഉൾപ്പെടെ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള പ്രഖ്യാപനത്തിലേക്കാകും എന്തായാലും കോൺഗ്രസ് നേതൃത്വം കടക്കുക. അല്പസമയത്തിനകം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എത്തും. അതിനുശേഷം ഒരു പ്രതികരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പങ്കെടുത്ത യോഗത്തിൽ തന്നെയാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. AP അനിൽകുമാർ ഉൾപ്പെടെ പങ്കെടുത്തു. മാത്രമല്ല സാമുദായിക കാര്യമെല്ലാം തന്നെ സാഹചര്യമെല്ലാം തന്നെ പരിഗണിച്ചാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം എത്തിയതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. UDFനെ ആകെ വിശ്വാസത്തിലെടുത്തു. പ്രത്യേകിച്ചും UDF നേതാക്കളടക്കം ഒരു ഘട്ടത്തിൽ ഒരു അതൃപ്തി അറിയിച്ച വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. ആ ഒരു ആശങ്കകളെല്ലാം തന്നെ പരിഗണിച്ച് ചർച്ച ചെയ്ത് മാത്രമാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. എന്തായാലും സണ്ണി ജോസഫിന്റെ പ്രതികരണം നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം. ഏത് നിമിഷവും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ പേരാണ് ഹൈക്കമാൻഡിന് KPCC നിർദ്ദേശിക്കുന്നത്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്ന വിവരം നിതിൻ അംബുജൻ നൽകുകയാണ്.